എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ അച്ചിങ്ങ പയറും പച്ച ഏത്തക്കായും വെച്ചുള്ള മെഴുക്കുപുരട്ടിയാണ്. അതിനായിട്ട് 200 ഗ്രാം അച്ചിങ്ങ പയർ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നേന്ത്രക്കായ ഉപ്പിട്ട വെള്ളത്തിൽ 5 മിനിറ്റ് അരിഞ്ഞിട്ടതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യവും കൂടി പച്ചവെള്ളത്തിൽ കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണിത്. ഇത് നേന്ത്രക്കായുടെ കറ പോകാനും കളർ ചേഞ്ച് വരാതിരിക്കാനുമാണ് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത്. ഇനി ഈ മെഴുക്കുപുരട്ടിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉണക്കമുളക് ഒരു 10-12 എണ്ണം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ചെറിയുള്ളി 15 എണ്ണം, വെളുത്തുള്ളി 5 അല്ലി ഇതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടി ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് അരിഞ്ഞെടുത്ത അച്ചിങ്ങ പയറും നേന്ത്രക്കായും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഹീറ്റിലിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കായും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് മസാല മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് സെയിം പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച മസാല ചേർത്ത് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് കൂടി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച നേന്ത്രക്കായും പയറും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചിങ്ങ പയർ വാഴയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. വളരെ രുചികരമായിട്ടുള്ള മെഴുക്കുപുരട്ടിയാണിത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.